പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന് ശേഷം 4-ാം അധ്യായത്തിൽ യേശു 40 ദിവസം ഉപവാസത്തിന് ശേഷം വരുമ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ അടുത്ത് വന്നിട്ട് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. പിശാച് പറഞ്ഞ പ്രകാരം യേശു ഇത് ചെയ്തിരുന്നെങ്കിൽ 2 കാര്യം നടന്നതിന് വിശപ്പും പകലും ദൈവപുത്രനെന്ന് തെളിയിക്കുകയും ചെയ്യാം. എന്നാൽ യേശു അത് ചെയ്യാതെ ഇങ്ങനെ മറുപടി പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബലഹീനതകളിലായിരിക്കും പിശാച് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ബലഹീനതകൾ അത് എന്തുമാവാം. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാക്കുറവാവാം, നിരാശകളാവാം, സംഘർഷങ്ങളാവാം, എന്തിനോടെങ്കിലുമുള്ള ആസക്തിയാവാം. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ ബലഹീനതകളിലും ആ ബലഹീനതകളോട് ഇഴകിച്ചേർന്ന് ജീവിക്കാൻ പ്രചോദനം തരുന്നത് പിശാചായിരിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ബലഹീനതകളെ അങ്ങ് ഏൽപ്പിക്കണം. കർത്താവ് അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പിശാചിനും നമ്മളെ തൊടാൻ കഴിയത്തില്ല കേട്ടോ. God bless you all.